അത് മഅ്ദനി എന്ന് പറയുന്ന ഒരുത്തനോടുള്ള വിരോധമാണോ? ആണെങ്കിൽ തീരാൻ സമയായില്ലേ? 9.5 കൊല്ലം ഇട്ട് പീഡിപ്പിച്ചില്ലേ? അതിനു മുമ്പ് 4 ബോംബെറിഞ്ഞ് തകർത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? 4 ബോംബെറിഞ്ഞ് തകർത്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന ഈ കൊടും ഭീകരവാദി വലത് കാല് ബോംബ് വെച്ച് തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഒരു കാല് തിരിച്ചു ബോംബ് വെച്ച് തകർത്തോ? ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്ല മാടശ്ശേരി 2 ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ടൈം ലൈനിൽ അബ്ദുൽ നാസർ മഅ്ദനിയുടെ ഒരു പ്രസംഗം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ വിഷയം അന്ന് തന്നെ ശ്രദ്ധിച്ചിരുന്നു. അവരത് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ആ വിഷയം ചർച്ചയാക്കണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും സംഘപരിവാർ പ്രൊഫൈലുകളും ക്രിസംഖികളും അതുപോലെ തന്നെ അവരെക്കാളും സംഘപരിവാറിനേക്കാളും ക്രിസംഖികളെക്കാളും ഒക്കെ വലിയ രീതിയിൽ ഇസ്ലാമിനെ മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷ പരാമർശങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപന്തിയിലുള്ള യുക്തിവാദികളും ഈ പ്രസംഗത്തിന്റെ ആ ഭാഗം എടുത്തു വെച്ചുകൊണ്ട് ജസ്ല മാടശ്ശേരി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയ ആ ഭാഗം എടുത്തു വെച്ചുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ആ രീതിയിൽ മഅ്ദനിയെയും മുസ്ലിം സമുദായത്തെയൊക്കെ വലിയ രീതിയിൽ വംശീയമായിട്ടും മതപരമായിട്ടും ഒക്കെ ആക്രമിക്കുന്ന പല രീതിയിലുള്ള ഇവരുടെ പ്രസ്താവനകളും ചർച്ചകളും ചില ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇത് വളരെ അപകടകരമായ രീതിയിൽ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ജസ്ല മാടശ്ശേരി എന്തിനാണ് അബ്ദുൽ നാസർ മഅ്ദനിയുടെ ആ പഴയ പ്രസംഗത്തിന്റെ ഭാഗം അവർ പോസ്റ്റ് ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, മുനമ്പത്ത് വഖഫുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ. ആ ചർച്ചകളുടെ ചൂട് പിടിച്ചിട്ട് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരായി കൃത്യമായ മതവിദ്വേഷ പ്രചരണങ്ങൾ വളരെ അപകടകരമായ രീതിയിൽ ചില ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്റെ സാന്നിധ്യം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ ജസ്ല മാടശ്ശേരി ഇത് ചെയ്തത് എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം പൊതുവെ ഈ യുക്തിവാദികൾ, പ്രത്യേകിച്ച് ഇസ്ലാം മതം വിട്ടു അല്ലെങ്കിൽ മതം വിട്ടു എന്ന് അവകാശപ്പെടുന്ന, പിന്നീട് ഞങ്ങൾ യുക്തിവാദികളാകുന്നു എന്ന് പറയപ്പെടുന്നവരെല്ലാവരും പൊതുവെ സംഘപരിവാറിന്റെ ചട്ടുകങ്ങളായി മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ സംഘപരിവാറിന്റെ ചട്ടുകമായി മാറിയിട്ടുള്ള ഒരാളാണ് ജസ്ല മാടശ്ശേരി. അപ്പൊ കുറച്ചു കാലമായി ജസ്ല മാടശ്ശേരി പൊതുവെ അവരുടെ വേദികളിലൊന്നും വരുന്നില്ലെങ്കിലും ഞാനിപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാവാം മഅ്ദനിയുടെ ആ പ്രസംഗം അവര് വീണ്ടും പോസ്റ്റ് ചെയ്തത്. എന്നാൽ നിലവിൽ വഖഫുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലോ അതിന്റെ ചുവട് പിടിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ചർച്ചകളിലോ അല്ലെങ്കിൽ ആ രീതിയിൽ നടക്കുന്ന വിഭാഗീയമായ വിദ്വേഷ പ്രചരണങ്ങളിലോ ഒന്നും പങ്കില്ലാത്ത അബ്ദുൽ നാസർ മഅ്ദനി വളരെ ഗുരുതരമായ രോഗങ്ങൾ കൊണ്ടും തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ജയിലിലും കോടതിയിലും തടവിലുമൊക്കെയായി ഏതാണ്ട് അനുഭവിച്ചു തീർത്ത് ഇപ്പോൾ അദ്ദേഹം അത്യധികം രോഗങ്ങൾ മൂർധന്യാവസ്ഥയിൽ വന്ന് വല്ലാത്ത വിഷമത്തിലും പ്രയാസത്തിലും ഹോസ്പിറ്റലിലുമൊക്കെ ആയി കഴിയുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തെ കൂടി ഈ ചർച്ചയിലേക്ക് വലിച്ചു കൊണ്ടുവന്നതിന്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും സംഘപരിവാർ ചട്ടുകമായ അഭിനവ യുക്തിവാദി ജസ്ല മാടശ്ശേരി ഡിലീറ്റ് ചെയ്ത മുക്കിക്കളഞ്ഞ മഅ്ദനിയുടെ ആ പ്രസംഗം, ആ വീഡിയോയുടെ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്താ? ഏതെങ്കിലും ഒരു മനുഷ്യനോട്, ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയോടുള്ള ബന്ധമല്ല ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക്. ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെ നീണ്ടു കിടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ താമസിക്കുന്ന കോടാനുകോടിയിലധികം വരുന്ന കോടാനുകോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് മഹാനായ പ്രവാചകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഭാര്യമാരോടുള്ള ബന്ധം പോലല്ല, മക്കളോടുള്ള ബന്ധം പോലല്ല, മാതാപിതാക്കളോടുള്ള ബന്ധം പോലല്ല, രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലല്ല. പിന്നെയോ ആ ബന്ധം വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അല്ലാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അങ്ങനെ അധിക്ഷേപിക്കുന്ന ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത് ഹ്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാണംകെട്ട മൂന്നാംകിട എംപോക്കി പ്രൊഫസറായാലും, അതല്ല ഏതെങ്കിലും പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിൽ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ലോഹധാരിയായ പാസ്റ്ററല്ല, ആരായാലും ശരി. എന്ന് മാത്രമല്ല, ആക്ഷേപിക്കുന്നത് അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും പാസ്റ്ററായാലും മാത്രമല്ല,
ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല, പ്രവാചകനെ ആക്ഷേപിക്കുന്നത് സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ സന്ധിയാകാതെ ഏത് ഘട്ടത്തിലാണിതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുമുമ്പില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൊട്ടു മുമ്പിൽ അബൂ ഉബൈദ ഇരിക്കുമ്പോൾ അബൂ ഉബൈദയുടെ പിതാവ് ബിലാൽ വീരനായ വിജിഗീഷുവായ യുദ്ധവീരനായ യുദ്ധതന്ത്രജ്ഞനായ പിതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ പ്രവാചകനെ. ചരിത്രം പറഞ്ഞു വെക്കാൻ സമയമില്ല, ചുരുക്കുകയാ ഞാൻ. അങ്ങനെ മഹാനായ പ്രവാചകനെ വെല്ലുവിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട്, മുഹമ്മദേ നിന്റെ കൂടെ ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂ ഉബൈദ പ്രവാചകനോട് ചോദിക്കുന്നു, ഞാൻ പോകട്ടെയോ നബിയെ? എന്റെ ഉപ്പാണ്, എന്റെ പിതാവാണ്, എന്റെ അത്താണ്, എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോകട്ടെയോ നബിയെ? ഞാൻ പോയി നേരിടട്ടെയോ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അത് നിന്റെ പിതാവാണ്, നീ പോകണ്ട, അവിടെ ഇരിക്കുക. രണ്ടാമത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു. അപ്പോഴും മകൻ ചോദിച്ചു, പോകട്ടെയോ? ഇല്ല, നീ എവിടെ ഇരിക്കുക, പോകണ്ട, നിന്റെ പിതാവാണ്, അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷേ മൂന്നാമത് പ്രവാചകന്റെ പേരും അവിടുത്തെ കുടുംബപ്പേരും ചേർത്തുകൊണ്ട് ആക്ഷേപിച്ചു. ആരും ആണത്തമുള്ളവരിന്റെ കൂട്ടത്തിലില്ലേ എന്നോട് നേരിടാനെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഈ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ജസ്ലാം മാടശ്ശേരി അവിടെ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതിന്റെ ബാക്കി ഭാഗം പോസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല. ചിലപ്പോൾ സത്യം അറിഞ്ഞത് കൊണ്ടാവാം അവർ ഡിലീറ്റ് ചെയ്തത്. നമുക്ക് ആ ബാക്കി ഭാഗം കൂടി ഒന്ന് കേട്ടുനോക്കാം. വാളിന്റെ തുമ്പിൽ പിതാവിന്റെ തല കുത്തി കോർത്തെടുത്ത് കൊണ്ടുവന്ന് പ്രവാചകനെ ആക്ഷേപിച്ച പിതാവിന്റെ അത് മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ കാരുണ്യത്തിന്റെ കടലായ പ്രവാചകന്റെ മനസ്സ് വേദനിച്ചു. പ്രവാചകൻ അബൂ ഉബൈദയുടെ മുഖത്തേക്ക് നോക്കാതെ തല തിരിച്ചു കളഞ്ഞു. പ്രവാചകൻ കാരുണ്യത്തിന്റെ കടലാണ്, അതുകൊണ്ട് തന്നെ ചീത്ത പറഞ്ഞെങ്കിലും സ്വന്തം പിതാവിന്റെ തല മുറിച്ചു കൊണ്ടുവന്നപ്പോൾ പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല. പ്രവാചകൻ തല തിരിച്ചു വേദനയോടെ. ഇതാണ് ജസ്ലാം മാടശ്ശേരി കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിച്ച ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം. ഇതിൽ അബ്ദുൽ നാസർ മഅദനി പറയുന്നത്, പ്രവാചകന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഒരാൾ പ്രവാചകനെ വെല്ലുവിളിക്കുന്നു. ആ സമയത്ത് പ്രവാചകനെ വിശ്വസിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ മകൻ പ്രവാചകന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. പ്രവാചകന്റെ അനുയായിയാണ്, സ്വഹാബിയാണ്. ഈ മകൻ ഇതെല്ലാം കേട്ട് വളരെയധികം വെപ്രാളപ്പെടുകയും വല്ലാത്ത അസ്വസ്ഥതയാവുകയും ചെയ്തപ്പോൾ പ്രവാചകനോട് നേരിട്ട് ചോദിക്കുന്നു, അതെന്റെ വാപ്പയാണ്, ഞാൻ വാപ്പയെ പോയി നേരിടാം എന്ന് പറയുമ്പോൾ, വേണ്ട, അത് നിന്റെ വാപ്പയാണ്, അത് മൈൻഡ് ചെയ്യണ്ട, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അങ്ങനെ പലതവണയായി അവസാനം ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ പ്രവാചകനെ വളരെ മോശമായിട്ടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അള്ളാഹുവിനെയും ഒക്കെ അദ്ദേഹം അപമാനിക്കാൻ തുടങ്ങിയപ്പോൾ നിയന്ത്രണം വിട്ട മകൻ പിന്നീട് ഒന്നും ആലോചിക്കാതെ നേരെ വാപ്പയുമായി വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധത്തിന്റെ അവസാനം ആ വാപ്പയെ കൊന്ന് അദ്ദേഹത്തിന്റെ തല വെട്ടി അദ്ദേഹത്തിന്റെ വാളിന്റെ തുമ്പത്ത് കുത്തി നിർത്തി പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചുവെന്നും അത് കണ്ട് പ്രവാചകൻ വല്ലാതെ വിഷമിക്കുകയും വല്ലാത്ത ഞെട്ടലുണ്ടാവുകയും അത് കാരണം പ്രവാചകൻ സ്വഹാബിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ തയ്യാറായില്ല എന്നുമാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. ആ ചരിത്രം കുറച്ചുകൂടി വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കുറെ നാൾ പ്രവാചകൻ ഈ സ്വഹാബിയോട് മിണ്ടാറേ ഇല്ലായിരുന്നു എന്നൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കാരണം അത്രത്തോളം ക്രൂരമായിരുന്നു. അതിനെ ഒരിക്കലും പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല എന്ന രീതിയിലാണ് ആ ചരിത്രത്തെ കുറിച്ച് കാര്യമായി ഗവേഷണം നടത്തിയവരുടെ പഠനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മഅദനി ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകരെയും ആരെങ്കിലും ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ അവരെ കായികമായി ആക്രമിക്കുകയല്ല, മറിച്ച് അവരെ ഒറ്റപ്പെടുത്തുകയാണ്. അവരോട് എല്ലാ തരത്തിലുള്ള സൗഹൃദങ്ങളും എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ നയവും മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന മാർഗവും അതാണ്. അല്ലാതെ അവരോട് ഒരു തരത്തിലുള്ള അക്രമങ്ങൾക്ക് പോകാനോ അവരെ മറ്റേതെങ്കിലും രീതിയിൽ വേട്ടയാടാനോ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. ഇനി അബ്ദുൽ നാസർ മഅദനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ രീതിയിലൊക്കെ പീഡിപ്പിക്കപ്പെടാനും നീണ്ട 9 വർഷം കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടാനും അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നീട് ബാംഗ്ലൂർ ബോംബ് സ്ഫോടനം എന്ന പേരിൽ വീണ്ടും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനും അതിന്റെ പേരിൽ ഇപ്പോഴും തുടരുന്ന വിചാരണ തടവുകാരൻ എന്ന ലേബലിൽ അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും അത് കാരണം വലിയ അസുഖങ്ങളിലേക്കും ഏത് സമയവും മരണം പോലും സംഭവിക്കാവുന്ന വിധത്തിൽ അത്യധികം ഗുരുതരമായ രോഗാവസ്ഥയിലേക്കും ഒക്കെ എത്തിപ്പെടാനുണ്ടായ കാരണം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. സംഘപരിവാറിനെതിരെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. അബ്ദുൽ നാസർ മഅദനിയെ കൊന്ന് കൊലവിളിക്കാൻ പാകത്തിൽ
അവരെ പ്രതികാരദാഹികളാക്കി മാറ്റിയ അബ്ദുൽ നാസർ മഅദനിയുടെ ആ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ നിങ്ങൾ ദേശസ്നേഹം മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ സംഘപരിവാർ വളർന്നിട്ടില്ല, ഇനി നിങ്ങൾ വളരുകയുമില്ല, നിങ്ങൾക്കതിനുള്ള യോഗ്യതയുമില്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജൻ ചാവന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തുകളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയി, മിസ്റ്റർ ജോർജ്, I want to go with the substance of freedom in India in my hands. If you do not want to give us freedom in India, you will have to give me a grave here. പറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തു എന്റെ രണ്ട് കൈയും നിറയെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവനാ ഞാൻ. എന്റെ നാടിന് സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ വീണ് ഞാൻ മരിക്കും. ഇവിടെ വീണ് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തേക്ക് കൊടുത്തുവിടരുത്. എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ അടക്കം ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യത്തിനു വേണ്ടി ഘോരഘോരം ഗർജിച്ച് രക്തം ഛർദ്ദിച്ച് മരണപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മക്കളാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം. അവരെ നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കരുത്. സവർക്കറുടെ പാരമ്പര്യമല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനുള്ളത്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു മുസ്ലിം പണ്ഡിതനും കാണിക്കാത്ത ധൈര്യമാണ് അബ്ദുൽ നാസർ മഅദനി കാണിച്ചത്. അത്രത്തോളം രൂക്ഷമായിട്ടാണ്, അത്രത്തോളം പ്രസക്തമായ കാര്യങ്ങളാണ് അബ്ദുൽ നാസർ മഅദനി ഇവിടുത്തെ സമുദായത്തിനോട്, മതനിരപേക്ഷ സമുദായത്തിനോട് കൃത്യമായി വിളിച്ചു പറഞ്ഞത്. അതിന്റെ കലിപ്പാണ്, അതിന്റെ കഴപ്പാണ് അന്നും ഇന്നും സംഘപരിവാർ ശക്തികൾ അബ്ദുൽ നാസർ മഅദനിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അബ്ദുൽ നാസർ മഅദനി എങ്ങനെയാണ് ശരിക്കും ഒരു ഭീകരനായി മാറിയത്, തീവ്രവാദിയായി മാറിയതെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ ഭാഗം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് മഅദനി എന്ന് പറയുന്ന ഒരുത്തനോടുള്ള വിരോധമാണോ? ആണെങ്കിൽ തീരാൻ സമയായില്ലേ? 9.5 കൊല്ലം പീഡിപ്പിച്ചില്ലേ? അതിനു മുമ്പ് 4 ബോംബെറിഞ്ഞ് തകർത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? 4 ബോംബെറിഞ്ഞ് തകർത്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന ഈ കൊടും ഭീകരവാദി വലത് കാല് ബോംബ് വെച്ച് തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തന്റെ ഒരു കാല് തിരിച്ചു ബോംബ് വെച്ച് തകർത്തോ? മഅദനിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? ഒരാളുടെ ഒരു രോമമെങ്കിലും നശിപ്പിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഈ മുറിക്കപ്പെട്ട കാലുമായിട്ട് ഞാൻ 9.5 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? എന്റെ വലത് കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ കൊല്ലത്ത് സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോ ഞാൻ പോയിട്ട് എന്താ പറഞ്ഞത്? എന്നെ ഈ വീൽ ചെയറിൽ ഒരു ജീവച്ഛവം പോലെ ഉരുട്ടിക്കൊണ്ട് മുമ്പിൽ വെക്കുമ്പോൾ, എന്നെ ബോംബെറിഞ്ഞ RSS-കാരൻ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം അതിലെ 1-ാം പ്രതി എന്റെ അടുക്കൽ അൻവാർശ്ശേരിയിൽ വന്ന് ഈ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ച് ഞാൻ മുസ്ലിം ആയിക്കോളാമെന്ന് പറഞ്ഞവനാണ് 1-ാം പ്രതി. ആ 1-ാം പ്രതി ഉൾപ്പെടെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കോടതിക്ക് മുന്നിൽ എന്താ എഴുതി കൊടുത്തത്? എന്റെ നഷ്ടപ്പെട്ടു പോയ വലത് കാലിന് പകരം 17 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട കാല് ആരെങ്കിലും കുറച്ചുനാൾ ജയിലിലടച്ചത് കൊണ്ട് തിരിച്ചു കിട്ടൂല. എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരം ഒന്നും ആവൂല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട കാലിന് പകരമാകാൻ ഒന്നിനും കഴിയാത്തത് കൊണ്ട് ജയിൽ ജീവിതത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചതാ. ഒരു നിമിഷത്തിൽ എന്നോട് ദേഷ്യം തോന്നി എന്നെ കൊല്ലാൻ ശ്രമിച്ച ഇവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയും മാപ്പ് കൊടുക്കണമെന്ന് എഴുതി കൊടുത്തപ്പോൾ ജില്ലാ സെഷൻസ് അഡീഷണൽ ജഡ്ജി വാസവൻ എന്റെ മുഖത്തേക്ക് കുറെ നേരം ഇങ്ങനെ തുറിച്ചു നോക്കിയിരുന്നിട്ട്, കോടതിയാണോ മാപ്പ് കൊടുക്കേണ്ടത്, ദൈവം തമ്പുരാനല്ലേ മാപ്പ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ സാക്ഷി പറയാൻ വിളിച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്രത്തോളം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ എന്റെ കാല് ബോംബ് വെച്ച് തകർത്തവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് വാക്ക് പാലിച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങിപ്പോന്നെങ്കിൽ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്ത അതേ ദിവസമാ മക്കളെ എന്റെ കാല് ബോംബ് വെച്ച കേസിലെ പ്രതികൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുകയും ഞാൻ സാക്ഷി പറയുകയും ചെയ്യാതിരുന്നതിന്റെ പേരിൽ അവരെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. എന്നിട്ട് ഞാൻ ഭീകരവാദിയാകുന്നു, ഞാൻ തീവ്രവാദിയാകുന്നു. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾ ഉണ്ടാകുന്നത്, ഭീകരവാദികൾ ഉണ്ടാകുന്നത്. ആരൊക്കെ ഇവിടെ സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി സംസാരിക്കുന്നുവോ, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിലൊക്കെ സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും സമാധാനവും നിലനിൽക്കണമെന്ന് ആരൊക്കെ പ്രസംഗിക്കുന്നുവോ അവരൊക്കെ ഇവിടെ തീവ്രവാദികളാണ്, അവരൊക്കെ ഇവിടെ ഭീകരവാദികളാണ്, അവരൊക്കെ ഒരു പ്രത്യേക മതത്തിന്റെ സംരക്ഷകരാണ്. ഇത്രയും ഗൗരവത്തോടുകൂടി, ഇത്രയും ആർജവത്തോടുകൂടി ഒരാളുടെ മുമ്പിലും തലകുനിക്കാതെ, ഒരു ഭരണകൂടത്തെയും പേടിക്കാതെ, ഒരു തരത്തിലുള്ള സിസ്റ്റത്തെയും ഭയപ്പെടാതെ തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ എവിടെയും കൃത്യമായി വിളിച്ചു പറയാൻ കാണിച്ച ചങ്കുറപ്പും ധൈര്യവുമാണ് അബ്ദുൽ നാസർ മഅദനിയെ മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാക്കുന്നത്.
അതുകൊണ്ട് തന്നെ മറ്റാരും കാണിക്കാത്ത ആർജവും ധൈര്യവും മൈദനി കാണിച്ചത് കൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാർ വിരുദ്ധ ചേരികളും അതുപോലെ തന്നെ വലിയൊരു വിഭാഗം ജനാധിപത്യ വിശ്വാസികളുമൊക്കെ ഇന്നും മൈദനിയെ അളവറ്റ് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്.